ചിക്കൻ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഇറച്ചി ചോറ് ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ, അതും നെയ്ച്ചോറിൻ്റെ അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറച്ചിക്കും റൈസിനും കൂടി 2 വിസിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ 2 വിസിലും കൊണ്ട് നമ്മളെ ചോറ് റെഡിയായിരിക്കും. ഒരു കുക്കർ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായതിനു ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 ഇട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഉള്ളി, തക്കാളി ഇത് രണ്ടും ആഡ് ചെയ്തൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ നമുക്കിതിലെന്താക്കാം, ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ്, പിന്നെ വലിയ ജീരകം, കുരുമുളക് പൊടി ഇത്രയും സാധനമാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്താക്കി ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. 4 സ്പൂൺ തൈരാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. 4 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ചൂടായ മസാലയിലേക്ക് നമുക്ക് എന്താക്കാം, എല്ലില്ലാത്ത നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ 2 വിസിൽ മാത്രം മതി കേട്ടോ. നമ്മൾ റൈസും പിന്നെ ചിക്കനും എല്ലാം ഒരുമിച്ച് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ വേറെ വിസിലിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറും 2 വിസിൽ മാത്രം മതി കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് എന്താക്കാം, പിന്നെ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി എടുത്ത് വെച്ച അരിയാണ്. അതിൽ പിന്നെ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ അരി എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. ഞാൻ ഈ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ എന്താക്കും, കുക്കർ അടച്ച് വെച്ച് 2 വിസിലടിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 2 വിസിലിന് ശേഷം മാത്രം നമ്മൾ എയർ കളഞ്ഞിട്ട്, അപ്പം അടിപൊളി പിന്നെ നമ്മളെ ഇറച്ചിച്ചോറായിരിക്കും കേട്ടോ. അപ്പം എയർ പോയി 2 വിസിലായി. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി റൈസായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇളക്കുമ്പോൾ ഒരു ഒട്ടുന്ന പോലെ ഉണ്ടെങ്കിലും അത് ചൂടാറി വരുമ്പോൾ നല്ല അടിപൊളി റൈസായിട്ട് വരും. അപ്പോൾ സ്കൂൾക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാനും ഒക്കെ